ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലെന്താ യൂസേഴ്സ് ക്യാൻ പോസ്റ്റ് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് റീൽസ്. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാമെന്ന് വെച്ചോ, ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ നമുക്ക് യൂസറിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നടക്കണം. റീൽ അപ്ലോഡ് ചെയ്യണം, ഫോട്ടോ എന്ന് പറയുമ്പോൾ ഓരോന്നുണ്ടല്ലോ. പ്ലേ ബട്ടൺ ഉണ്ട്, മറ്റേതിന് വീഡിയോ പ്ലേ ചെയ്യാൻ, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ, ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള, റൈറ്റ് ചെയ്യാനുള്ള, കീബോർഡ് കൊടുക്കണം അല്ലേ. വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫങ്ഷണാലിറ്റി ഉണ്ടാക്കുന്നു. എന്നാൽ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ഇൻ്റർഫേസിലൂടെ സിംഗിൾ ഇൻ്റർഫേസ് ഉണ്ടാവാൻ പാടുള്ളൂ, എന്നാൽ മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സ് കാണിക്കണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പോളിമോർഫിസം ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ നടക്കും. കാരണം എന്താണ്, സിംഗിൾ ഇൻ്റർഫേസ് മൾട്ടിപ്പിൾ ബിഹേവിയർ കാണിക്കണമെങ്കിൽ പോളിമോർഫിസമാണ്. എങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് പോളിമോർഫിസം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തു, ഇൻഹെറിറ്റൻസ് എടുക്കണം, ഡേറ്റ എൻക്യാപ്സുലേഷൻ എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു, പോസ്റ്റ്. അതിനകത്ത് റെൻഡർ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ടാക്കുന്നു. ഡമ്മിയാണ്, ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു എക്സെപ്ഷൻ മാത്രം റൈസ് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ബേസ് ക്ലാസ് എപ്പോഴും ഡമ്മിയാക്കി വെക്കുന്നു. പിന്നീട് ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ റൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.